19-ാം ദിവസം യേശുവിൻ്റെ മാതാപിതാക്കൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ വിട്ടയക്കുവാൻ ഫറോവ നിർബന്ധിതനായത് ദൈവത്തിൻ്റെ മാലാഹ ഈജിപ്തുകാരുടെ മൂത്ത ആൺസന്തതികളെ വധിച്ചപ്പോഴാണ്. അതിൻ്റെ ഓർമ്മയായി ഇസ്രായേൽ കുടുംബങ്ങൾ കടിഞ്ഞൂൽ പുത്രനെ ദൈവത്തിന് സമർപ്പിച്ച് തിരിച്ചെടുക്കണം. പകരം ഒരു ആടിനെ കാഴ്ചവെച്ചുകൊണ്ട് പ്രസവിച്ച സ്ത്രീ 40 ദിവസത്തേക്ക് ആചാരപരമായി അശുദ്ധയാണ് എന്നൊരു നിയമമുണ്ട്. യേശുവിൻ്റെ സമർപ്പണത്തിനും പരിശുദ്ധ കന്യകയുടെ ആചാരപരമായ ശുദ്ധീകരണത്തിനും ജോസഫ് അവരെ ദേവാലയത്തിലെത്തിക്കുന്നു. അവർ ദരിദ്രരാണ്. നിയമമനുസരിച്ച് യേശുവിന് പകരം പ്രാവിൻ കുഞ്ഞുങ്ങളെയാണ് കാഴ്ചവെക്കുന്നത്. മിശിഹായെ കാത്തിരുന്ന യഹൂദരുടെ പ്രതിനിധികളെന്നോളം വൃദ്ധ ശിമയോനും ഹന്നായും യേശുവിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. മിശിഹായെ ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ അമ്മ മിശിഹായുടെ വേദനകളിലും പങ്കാളിയാകും എന്ന് ശിമയോൻ പ്രവചിച്ചു. പ്രാർത്ഥിക്കാം. ദൈവമേ, യേശുവിനെ ആഴത്തിൽ അറിയുവാനും സ്നേഹിക്കുവാനും അടുത്തനുഗമിക്കുവാനും എനിക്ക് കൃപ തരിക. യേശുവിൻ്റെ സഹനങ്ങളിൽ പങ്കുകൊണ്ടും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായും പ്രവർത്തിക്കുവാൻ എന്നെ അനുഗ്രഹിക്കുക.